നമ്മൾ സേജിസ്റ്റിൻ്റെ ആംനസ്റ്റി കണ്ടിന്യൂ ചെയ്യാണ്. 74 നമ്മൾ പേജ് 74 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിയലി വാസ് അവിടെ വരെ നമ്മൾ പറഞ്ഞു. ദർ വർ അതർ ബോട്ട്സ് ആൻഡ് ഷിപ്സ് ആസ് ബിഗ് ആസ് ബിൽഡിങ്സ് ദാറ്റ് ഗോ ടു അതർ പ്ലേസസ് ഓൾ ഓവർ ദ വേൾഡ്, ബട്ട് ദ ഫെറി ഈസ് ഓൺലി ഫോർ ദ ഐലൻഡ്. ഇറ്റ് ഡസൻറ്റ് ഗോ എനിവെയർ എൽസ് ഇൻ ദ വേൾഡ്, ഓൺലി ടു ദ ഐലൻഡ്. അപ്പോൾ അവിടെ അവർ ആ ബോട്ടിൽ കയറി ഇവിടെ ആ പേരില്ലാത്ത നായകൻ്റെ അടുത്തേക്ക് ഈ നായികയും കുടുംബവും അവനെ കാണാൻ പോവുകയാണ്. ജയിലിൽ പാർപ്പിച്ച സ്ഥലത്തേക്ക് ദ്വീപിലേക്ക് പോവുകയാണ്. ആ ദ്വീപിൽ അവർക്ക് പോകാനുള്ള ബോട്ടിൽ ആ ഫെറിയിൽ ഓൾ ഓവർ ദ വേൾഡ്, ബട്ട് ദ ഫെറി ഈസ് ഓൺലി ഫോർ ദ ഐലൻഡ്. അപ്പോൾ ആ ഫെറി പോകുന്നത് ആ ദ്വീപിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. It doesn't go anywhere else in the world, only to the island. So everybody was waiting for the island. There could be no mistake, we were not in the right place. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും അവിടെ ദ്വീപിലേക്ക് പോകാനുള്ളതാണ്. അപ്പം ഞങ്ങൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്, യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. We had sweets and biscuits, trousers and a warm coat for him. ഞങ്ങളുടെ കൈവശം അവന് കൊടുക്കാനായിട്ട് മിഠായികളും മധുരപലഹാരങ്ങളും ബിസ്ക്കറ്റുകളും അതേപോലെ തന്നെ അവനുള്ള ട്രൗസേഴ്സ് പാൻസ് ധരിക്കാനുള്ളതും എൻ്റെ വാം കോട്ട് ചൂടുണ്ടാക്കുന്ന ഒരു കോട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഫോർ ഹിം എ വുമൺ സ്റ്റാൻഡിങ് വിത്ത് us said we wouldn't be allowed to give him the clothes and I wasn't wearing any more the old beret pulled down over my head that farm girls wear. I had brought relaxer cream from the man who comes round the farm selling things out of a box on his bicycle, and my hair was combed up thick under a flowered scarf that didn't cover the gold-colored rings in my ears. We had sweets and biscuits. And I wasn't wearing anymore the old beret pulled down over my head. And I wasn't wearing the old beret pulled down over my head that farm girls wear. അപ്പോൾ ആ പഴയ തൊപ്പി എൻ്റെ തലയിലിട്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു അവർക്ക് അവന് ഈ വസ്ത്രങ്ങളൊന്നും കൊടുക്കാൻ അവരെ അനുവദിക്കില്ല, ജയിലധികാരികൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. I had brought relaxer cream from the man who comes around the farm selling things out of a box on his bicycle, and my hair was combed. ഞാൻ അവന് വേണ്ടി ക്രീമുകൾ വാങ്ങിയിരുന്നു. പിന്നെ എൻ്റെ മുടി നന്നായിട്ട് ചീകി വെച്ചിരുന്നു. പിന്നെ ഒരു സ്കാർഫ് ധരിച്ചിരുന്നു. that didn't cover the gold colored rings in my ears. His mother had her blanket tied round her waist over her dress, a farm woman. അപ്പോൾ അവൻ്റെ അമ്മ ഒരു ബ്ലാങ്കറ്റ് വേസ്റ്റിലൂടെ കെട്ടിയിരുന്നു. അവരൊരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. ബട്ട് ഐ ലുക്ക് ജസ്റ്റ് ആസ് ഗുഡ് ആസ് എനി ഓഫ് ദ അതർ ഗേൾസ് ദർ. പക്ഷെ ഞാൻ അവിടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ വേഷം ധരിച്ചിരുന്നു. വെൻ ദ ഫറി വാസ് റെഡി ടു ടേക്ക് us, we stood all pressed together and quiet like the cattle waiting to be led through a cage. അപ്പോൾ ഫറി പോകാനായി തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഗേറ്റിനുള്ളിൽ കൂടെ കന്നുകാലികൾ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെ തയ്യാറായി നിന്നു. വൺ മാൻ കെപ്റ്റ് ലുക്കിംഗ് റൗണ്ട് വിത്ത് ഹിസ് ചിൻ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ അവിടെ ഒരാൾ അയാളുടെ താടി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് കൗണ്ടിങ്. ഹി മസ്റ്റ് ഹാവ് ബീൻ അഫ്രൈഡ്. ദർ വർ ടു മെനി ടു ഗെറ്റ് ഓൺ ആൻഡ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അദ്ദേഹത്തിന് പേടിയായിരുന്നു, ഒരുപാട് ആളുകൾ കയറാനുണ്ട്. അദ്ദേഹം മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണെന്ന് തോന്നുന്നു. We all moved up to the policeman in charge and everyone ahead of us went into the boat. ഞങ്ങളെല്ലാവരും അവിടെ ചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും മുമ്പിലുള്ള എല്ലാവരും ബോട്ടിനടുത്തേക്ക് വന്നു. ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നാണ് അർത്ഥം, ഹെഡ് ഓഫ്. ബട്ട് വെൻ അവർ ടേൺ കെയിം ആൻഡ് ഹി പുട്ട് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ സംതിങ് ഐ ഡിഡ്ന്റ് നോ വാട്ട്. അങ്ങനെ ഞങ്ങൾ ഊഴം വന്നപ്പോൾ ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ കൈ നീട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയില്ല എന്തിനായിരുന്നു. വി ഡിഡ്ന്റ് ഹാവ് എ പെർമിറ്റ്. അപ്പോൾ അവിടെ പോകാനായിട്ട് പ്രത്യേക സമ്മതം വേണമെന്നുള്ള അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് പെർമിറ്റ് ഇല്ലായിരുന്നു.
We didn't know that before you come to Cape Town, before you come to the ferry for the island, you have to have a police permit to visit a prisoner on the island. കേപ്പ് ടൗണിലേക്ക് എത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് കേപ്പ് ടൗൺ. അവിടെ എത്തിയപ്പോൾ ഈ ബോട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയില്ലായിരുന്നു യു ഹാവ് ടു ഹാവ് എ പോലീസ് പെർമിറ്റ് ടു വിസിറ്റ് എ പ്രിസണർ ഓൺ ദ ഐലൻഡ്. ആ ദ്വീപിലുള്ള തടവുള്ളിയെ സന്ദർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരെ പെർമിറ്റ് വേണമെന്ന് അറിയില്ലായിരുന്നു. സോ ഐ ട്രൈ ടു ആസ്ക് ഹിം നൈസ്ലി. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ നല്ല രീതിയിൽ ചോദിക്കാൻ ശ്രമിച്ചു. ദ വിൻഡ് ബ്ലൂ ദ വോയിസ് ഔട്ട് ഓഫ് മൈ മൗത്ത്. ദ വിൻഡ് ബ്ലൂ ദ വോയിസ് ഔട്ട് ഓഫ് മൈ മൗത്ത്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് എൻ്റെ വായിൽ നിന്നും അത് എനിക്ക് ചോദിക്കാൻ കഴിയാതെ വന്നു. വി വർ ടേൺഡ് അവേ. ഞങ്ങളെ അവിടുന്ന് മടക്കി അയച്ചു. വി സോ ദ ഫെറി റോക്ക് ബംപിങ് ദ ലാൻഡിങ് വേർ വി സ്റ്റുഡ് മൂവിങ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകാനുള്ള ബോട്ട് അവിടുന്ന് ഇളകുന്നതും വേർ വി സ്റ്റുഡ് മൂവിങ് ലിഫ്റ്റഡ് ആൻഡ് ഡ്രോപ്ഡ് ബൈ ഓൾ ദ വാട്ടർ ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ അണ്ടിൽ വി ഡിഡ്ന്റ് നോ ഇഫ് വി വർ റിയലി സീയിങ് ഇറ്റ് ഓർ വൺ ഓഫ് ദ ബേർഡ്സ് ദാറ്റ് ലുക്ക്ഡ് ബ്ലാക്ക് ഡ്രിപ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഔട്ട് ദർ. അപ്പോൾ അവസാനം അതൊരു പക്ഷിയോ മറ്റോ കാണുന്നത് പോലെ ഒരു പൊട്ടുപോലെ കാണാനാവുന്ന സമയം വരെ ഞങ്ങളത് നോക്കി നിന്നു. ദ ഓൺലി ഗുഡ് തിങ് വാസ് വൺ ഓഫ് ദ അതർ പീപ്പിൾ ടുക്ക് ദ സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫോർ ഹിം. പക്ഷെ അവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ അവന് വേണ്ടി ആ പലഹാരങ്ങളും ബിസ്ക്കറ്റുകളും കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. ഹി റോട്ട് ആൻഡ് സെഡ് ഹി ഗോട്ട് ദം. പിന്നീട് അദ്ദേഹം അത് എഴുതിയിട്ട് ആ ട്രേഡ് യൂണിയൻ നേതാവ്, ഈ കഥയിലെ കഥാനായികയുടെ ഭർത്താവ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഇൻ ഗുഡ് ലെറ്റർ. ഇറ്റ് വാസ് ഇൻ എ ഗുഡ് ലെറ്റർ. ഓഫ് കോഴ്സ് നോട്ട്. ഹി വാസ് ക്രോസ് വിത്ത് മീ. അത് നല്ലൊരു എഴുത്തായിരുന്നില്ല. കാരണം അത് അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായിരുന്നു. ഹി വാസ് ആംഗ്രി വിത്ത് മീ. ക്രോസ് വിത്ത് മീ, ആംഗ്രി വിത്ത് മീ. ഐ ഷുഡ് ഹാവ് ഫൗണ്ട് ഔട്ട്. ഐ ഷുഡ് ഹാവ് നോൺ അബൌട്ട് ദ പെർമിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് അറിയേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് പെർമിറ്റിനെ കുറിച്ച് അറിയേണ്ടതായിരുന്നു. ഹി വാസ് റൈറ്റ്. ഐ ബോട്ട് ദ മെയിൻ ട്രെയിൻ ടിക്കറ്റ്സ്. ഐ ആസ്ക്ഡ് വേർ ടു ഗോ ഫോർ ദ ഫെറി. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചു. എവിടെ ഫെറി, അവിടേക്കുള്ള ബോട്ടിൽ പോകാൻ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു. ഐ ഷുഡ് ഹാവ് നോൺ അബൌട്ട് ദ പെർമിറ്റ്. അങ്ങനെയുള്ള ഞാൻ പെർമിറ്റിനെ കുറിച്ചും അറിയേണ്ടതായിരുന്നു. ഐ ഹാവ് പാസ്ഡ് സ്റ്റാൻഡേർഡ് 8. ദർ വാസ് ആൻ advice office to go in town. The churches ran it. He wrote. അവിടെ ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു ഓഫീസുണ്ട്. അത് നടത്തുന്നത് അവിടുത്തെ ദേവാലയങ്ങളാണെന്നും അദ്ദേഹം എഴുതിയിരുന്നു. ബട്ട് ദ ഫാം ഈസ് സോ ഫാർ ഫ്രം ടൗൺ. വി ഓൺ ദ ഫാംസ് ഡോണ്ട് നോ അബൌട്ട് ദീസ് തിങ്സ്. പക്ഷെ ഞങ്ങളുടെ ഫാം, കൃഷിയിടം ടൗണിൽ നിന്ന് കുറേ ദൂരെയായിരുന്നു. അതുകൊണ്ട് ഫാമിലുള്ള ഞങ്ങൾക്കൊന്നും തന്നെ ഇക്കാര്യം അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ഹീ സെഡ് അവർ ഇഗ്നറൻസ് ഇസ് ദ വേ വി ആർ കെപ്റ്റ് ഡൗൺ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ അറിവില്ലായ്മയാണ് ഞങ്ങൾ ഇത്തരത്തിലാകാനുള്ള കാരണമെന്നും ദിസ് ഇഗ്നറൻസ് മസ്റ്റ് ഗോ. അപ്പോൾ ഈ തരത്തിലുള്ള അജ്ഞതയാണ് പോകേണ്ടത് എന്നും അവൻ ആ എഴുത്തിൽ പറഞ്ഞു. വി ടുക്ക് ദ ട്രെയിൻ ബാക്ക് ആൻഡ് വി നെവർ വെൻ ടു ദ ഐലൻഡ്. നെവർ സോ ഹിം ഇൻ ദ 3 more years he was there. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ അദ്ദേഹമുള്ള ആ 3 വർഷം പിന്നെ ഞങ്ങൾ ഒരിക്കലും ആ ദ്വീപിലേക്ക് പോയില്ല. നോട്ട് വൺസ്. വി കുഡിൻ ഫൈൻഡ് ദ മണി ഫോർ ദ ട്രെയിൻ. ഒരിക്കൽ പോലും പോയില്ല. ട്രെയിനിനുള്ള പണം കിട്ടിയിരുന്നില്ല. ഹിസ് ഫാദർ ഡൈഡ് ആൻഡ് ഐ ഹാഡ് ടു ഹെൽപ്പ് ഹിസ് മദർ ഫ്രം മൈ പേ. അവൻ്റെ അച്ഛൻ അതിനിടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ അവൻ്റെ അമ്മയ്ക്കുള്ള പൈസ പോലും ഞാൻ കൊടുക്കേണ്ടി വന്നിരുന്നു. ഫോർ അവർ പീപ്പിൾ ദ വറി ഈസ് ആൾവേസ് മണി. ഞങ്ങളുടെ ആൾക്കാരെ പ്രശ്നം, എപ്പോഴും അലട്ടുന്ന പ്രശ്നം പണമായിരുന്നു. സോ ഐ റോട്ട് when will we ever have money? Then he sent such a good letter. That is what I am on the island for, far away from you. അദ്ദേഹം എനിക്ക് മറുപടി അയച്ചു. ആ മറുപടിയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദൂരെ ഈ ദ്വീപിൽ വരേണ്ടി വന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പണവും അങ്ങനെയെല്ലാം വേണം. ഐ ആം ഹിയർ സോ ദാറ്റ് വൺ ഡേ അവർ പീപ്പിൾ വിൽ ഹാവ് ദ തിങ്സ് ദ നീഡ്. അപ്പം ഞാനിവിടെ എത്തിയത് നമ്മളെ ആളുകൾക്കും ഒരു ദിവസം നമ്മൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ്, അവകാശങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്.
ലാൻഡ്, ഫുഡ്, ദ എൻഡ് ഓഫ് ഇഗ്നറൻസ്. നമുക്ക് ഭൂമി വേണം, ഭക്ഷണം വേണം, അതുപോലെ തന്നെ നമ്മുടെ അജ്ഞത അവസാനിക്കണം. ദർ വാസ് സംതിങ് എൽസ്. മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. ഐ കുഡ് ജസ്റ്റ് റീഡ് ദ വേർഡ് പവർ. ദ പ്രിസൺ ഹാഡ് ബ്ലാക്ക്ഡ് ഔട്ട്. അപ്പോൾ അവർക്ക് മറച്ചു വെച്ചിരിക്കുന്ന, അവർക്ക് ശക്തി വേണം, അതാണ് പവർ എന്നുള്ളത് പ്രത്യേകം എഴുതിയത്. അവരെ എംപവർ ചെയ്യാൻ അതും വേണമെന്ന്. ഓൾ ഹിസ് ലെറ്റേഴ്സ് വർ നോട്ട് ജസ്റ്റ് ഫോർ മീ. ദ പ്രിസൺ ഓഫീസർ റെഡ് ദം ബിഫോർ ഐ കുഡ്. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എഴുതുന്ന എഴുത്ത് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ജയിലിലെ അധികാരി അത് വായിക്കുമായിരുന്നു. ഹി വാസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൺലി 5 years. ഹി വാസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൺലി 5 years. അദ്ദേഹം വീട്ടിലേക്ക് ഇനി 5 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്.